നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് സീസണിൽ അവസാന മത്സരം കളിക്കാൻ ഇറങ്ങുമ്പോൾ അവർക്ക് വീണ്ടും തിരിച്ചടിയാണ്. എൻട്രിക്കിന് പരിക്കേറ്റു. ഇതുമാത്രമല്ല, സൂപ്പർ താരത്തിന് ബ്രസീലിൻ്റെ അടുത്ത ജൂൺ മാസത്തിലെ മത്സരങ്ങൾ കളിക്കാൻ പറ്റില്ല എന്നുമല്ല, ക്ലബ്ബ് വേൾഡ് കപ്പ് റയലിനായിട്ട് കളിക്കാനും പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. നാളെ, അതായത് ശനിയാഴ്ചയാണ് റയലിൻ്റെ ലീഗിലെ അവസാന മത്സരം. ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം 7:45 സാന്റിയാഗോ ബെർണാബൂവിൽ അവർ റയൽ സോസിഡാഡുമായിട്ട് കളിക്കും. അത് കാർലോ ആഞ്ചലോട്ടിയുടെ അവസാനത്തെ മാച്ചായിരിക്കും. റയൽ കോച്ച് എന്ന നിലയിൽ വലിയൊരു ട്രിബ്യൂട്ട് കൊടുക്കും റയൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മത്സരം കളിക്കാൻ എൻട്രിക്ക് ഉണ്ടാവില്ല. എൻട്രിക്കിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ള വിവരം അത് ക്ലബ്ബ് തന്നെ ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി, റൈറ്റ് ലെഗിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറി കൺഫേം ചെയ്തിരിക്കുന്നു. അദ്ദേഹം പുറത്തിരിക്കും എന്ന് പറയുമ്പോൾ അത് 2 മാസക്കാലത്തോളം പുറത്തിരിക്കേണ്ടി വന്നേക്കുമെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് തിരികെ എത്താൻ കഴിയുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ അടുത്ത മത്സരത്തിൽ റയൽ സോസിഡാഡിനെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ റയൽ മാഡ്രിഡിന് മുന്നേറ്റ നിരയിൽ സൂപ്പർ താരങ്ങൾ മിസ് ചെയ്യുകയാണ്. വിനിയില്ല, റോഡ്രിഗോ ഇല്ല, എൻട്രിക്കില്ല. സോ ആസ് ഓഫ് നൗ കിലിയൻ എംബാപ്പയും ബ്രാഹിമും മാത്രമാണ് അറ്റാക്കിംഗ് ഓപ്ഷൻസ് ആയിട്ട് ആഞ്ചലോട്ടിയുടെ മുന്നിലുള്ളത്. എൻട്രിക്ക് വിൽ ബി ഔട്ട് ഫോർ 2 months എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നത് ഹോസെ ലൂയിസ് സാഞ്ചസ് ആണ്. സോ അത് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. സെവിയയ്ക്കെതിരെയുള്ള കളിയുടെ 2ാം പകുതിയിലാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത്. സോ ക്ലബ്ബ് വേൾഡ് കപ്പ് നഷ്ടമാവുക എന്നുള്ളത് ഒരു വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ റയലിൻ്റെ ഒരു അവസ്ഥ നോക്കുക. പരിക്കുമൊക്കെ ആയിട്ട് അവർക്ക് ഈ സീസൺ വല്ലാതെ അവർ വലഞ്ഞു. ആകെ 2 താരങ്ങളെ ഈ സീസണിൽ ഒരിക്കലും പരിക്ക് പറ്റാതിരുന്നിട്ടുള്ളത് ലൂക്ക മോഡ്രിച്ചും ആർദ ഗ്യൂളറും മാത്രമാണ്. ഇനി ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ എൻട്രിക്ക്, കമവിംഗ, ഫെർലാൻ മെൻഡി ഇവരൊക്കെ ഇഞ്ചുറി കാരണം ക്ലബ്ബ് വേൾഡ് കപ്പും കളിക്കില്ല. സോ പരിക്ക് വല്ലാതെ വലച്ചൊരു സീസണാണിത് റയലിനെ. അത് അവസാനം വരെയും തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.